Good morning. Good morning. Good morning all. ഇന്ന് നിഷ്ഠിച്ചുള്ള ക്ലാസ് ആണെന്ന് അറിയാം. നിഷ്ഠിച്ചിട്ട് കുറച്ച് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് മിസ് ലീവാണ്. പകരം ഞാൻ എന്റെ ക്ലാസ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് HRMന്റെ ഫങ്ഷൻസ് ആയിരുന്നു അല്ലേ? ഫങ്ഷൻസ് അല്ലേ ഡിസ്കസ് ചെയ്തത്? വൺ മിനിറ്റ് കേട്ടോ. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. പ്രസന്റ് ചെയ്യണത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. 1 മിനിറ്റ്.
സോറി, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് HRM ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ? HRMന്റെ ഫങ്ഷൻസ് ആണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിനെ എത്രയുടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. മാനേജ്മെന്റ് എത്രയുടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? ഓർമ്മയില്ല? രണ്ടായിട്ട്. ഒന്ന് ഏതായിരുന്നു? ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ. സെക്കൻഡ് വൺ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് നോക്കേണ്ടത് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കാം. ടെസ്റ്റിലുള്ളതല്ല, എന്നാലും ശ്രദ്ധിച്ചിരിക്കാം. Personal management is the administrative function within the organization that focus on efficient management of employees. നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ എംപ്ലോയീസിനെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാം. അതുവഴി നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് എംപ്ലോയീസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാന്ന് മാത്രമാണ് ഇവിടെ വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് വരുന്നത്. അതിൽ വരുന്നത് ഹയറിംഗ്, ട്രെയിനിങ്, പെർഫോമൻസ് ഇവാലുവേഷൻ, കോമ്പൻസേഷൻ, എൻഷുറിംഗ്, കംപ്ലൈൻസ് റിമൂവൽ, അതേപോലെ ലേബർ ലോസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നാരോ കൺസെപ്റ്റ് ആണ്, ഒരു ലിമിറ്റഡ് ഫോക്കസേ ഉള്ളൂ. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് നോക്കാം. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു മാർക്ക് ചെയ്യുന്ന പോർഷൻ ഞാനത് പിന്നീട് എടുക്കാം കേട്ടോ. സോറി, ഇപ്പൊ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, അത് പിന്നീട് എടുക്കാം. കാരണം ഓക്കെ, പിന്നീട് എടുക്കാം കേട്ടോ. ഇനി ഡെഫിനിഷൻ ആണ്, ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ടോപ്പിക് മാർക്ക് ചെയ്ത ടോപ്പിക് പുറകിൽ നിന്ന് ആഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഞാനത് ആ ഒരു പോർഷൻ എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിനി അതിനെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പഴയ ഒരു കൺസെപ്റ്റ് ആണ്, ഓൾഡ് കൺസെപ്റ്റ് ആണ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയാം. പഴയ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ്. Personal management is a part of management that deals with the recruitment, hiring, staffing, development, and compensation of the workforce and their relation with the organization to achieve the organizational objectives. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, അവരെ പോസ്റ്റ് ചെയ്യുക, ഡെവലപ്മെന്റ് കൊടുക്കുക, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ, കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇത്രയുമായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. The primary function of the personal management are divided into two categories. നമ്മൾ ഈ പറഞ്ഞ പേഴ്സണൽ മാനേജ്മെന്റ് നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യണം. രണ്ട് ഫങ്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഒന്ന് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ്. എന്താ പറയുന്നത്? ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ. രണ്ടാമത്തത് മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ദ ആക്ടിവിറ്റി ദാറ്റ് ആർ കൺസേൺ വിത്ത് പ്രൊക്യൂർമെന്റ്, പ്രൊക്യൂർ ചെയ്യുക, എംപ്ലോയീസിനെ പ്രൊക്യൂർ ചെയ്യുക, ഡെവലപ്മെന്റ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുക. ഇനി അവർ ജോബ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുക, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയീസിന് വേണ്ട വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക, അവരെ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു പഴയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നാണ്. മെയിൻറ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്, മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി സാലറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യുക എന്നുള്ള ഫങ്ഷൻസ് ഒക്കെ ആർക്കുണ്ടായിരുന്നു? നമ്മളുടെ ഓപ്പറേറ്റീവ് ഫംഗ്ഷനിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. രണ്ട് ഫംഗ്ഷൻ ആണ് പേഴ്സണൽ മാനേജ്മെന്റിനുള്ളത്. അതിൽ മാനേജീരിയൽ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്?
പ്ലാൻ ചെയ്യുക. ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഗോൾസ് ആണ് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതിന് വേണ്ട റിസോഴ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക. നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അവരെ കൺട്രോൾ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ബാക്കി ഈ പറഞ്ഞ എല്ലാ ഫങ്ഷൻസും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതെല്ലാം ബേസിക് ഓഫ് മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്ന മാനേജീരിയൽ ആക്ടിവിറ്റീസ് ആണ് ഈ പറഞ്ഞത്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. പേഴ്സണൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് നമ്മളുടെ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക, അവരുടെ സ്റ്റാഫിംഗ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, പിന്നെ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഒരു തിയറി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നത്. നമ്മളുടെ പഴയ ഒരു കൺസെപ്റ്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വേണ്ട സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, സ്റ്റാഫ് ചെയ്യുക, ദെൻ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുക, ദെൻ മാക്സിമം യൂട്ടിലൈസേഷൻ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, പേഴ്സണൽ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ പറഞ്ഞതാണ്, രണ്ട് മെയിൻ ഫങ്ഷൻസ് ഉണ്ട് പേഴ്സണൽ മാനേജ്മെന്റിന്. രണ്ട് മെയിൻ ഫങ്ഷൻസ് ഉണ്ട്. ഏതെല്ലാമാണ്? ഓപ്പറേറ്റീവ് ഫങ്ഷനും മാനേജീരിയൽ ഫങ്ഷനും. ഓപ്പറേറ്റീവ് ഫങ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയീസിന് പ്രൊക്യൂർ ചെയ്യുക, സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഡെവലപ്മെന്റ്, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, അവർ ചെയ്യുന്ന ജോബ് കറക്റ്റ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ദെൻ എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അവരുടെ ടൈം നമ്മുടെ പേഴ്സൺസിനെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള പേഴ്സൺസിനെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, പിന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്, ലേബർ ലോസ് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ബാർഗൈനിങ് വരാണെങ്കിൽ നമ്മൾ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബാർഗൈൻ ചെയ്യാനൊക്കെ നിൽക്കുക. ഇനി അടുത്ത മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷൻസ് ഏതൊക്കെയായിരുന്നു? കൊമേഴ്സ് സ്റ്റുഡൻസ് ആരുമില്ല? ഓക്കെ, 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും. പേഴ്സണലോ? സാധാരണ മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷൻസ് ചോദിച്ചത്. ഓക്കെ, പ്ലാനിങ് കേട്ടിട്ടുണ്ടാവും കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് അല്ലെ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഈ 5 ഫംഗ്ഷൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക എന്നുള്ളതും കൂടി ആരുടെ ഫംഗ്ഷനാണ്? പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരും. ഓക്കെ, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ആക്ടിവിറ്റീസ്, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്യുക, അതിന് വേണ്ട റിസോഴ്സ് ഓർഗനൈസ് ചെയ്യുക, ഓരോ ആൾക്കാർ ചെയ്യേണ്ട ജോബിനുള്ള ഡയറക്ഷൻസ് കൊടുക്കുക, ഓരോ വർക്കേഴ്സിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേഷന്റെ കാര്യം പറഞ്ഞു, 2 രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാം. ഒന്ന് ഇൻസെന്റീവ്സ് കൂട്ടിക്കൊണ്ട് മോട്ടിവേഷൻ കൊടുക്കാം, അല്ലാതെ സ്ഥാനക്കയറ്റം, പ്രമോഷൻ, അങ്ങനെ മോട്ടിവേഷൻസ് കൊടുക്കാം. പിന്നെ അവരെല്ലാവരും ചെയ്യുന്ന ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക, ദെൻ കോർഡിനേറ്റ് ചെയ്യുക. ഇത്രയുമാണ് മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്ന മാനേജീരിയൽ ആക്ടിവിറ്റീസ്. അപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു എന്താ പറയാ കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ടാവും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം ഓർഡറിലല്ല നമ്മുടെ ഈ ടോപ്പിക് കിടക്കുന്നത്, അതിന്റെ ഒരു പ്രശ്നമാണ്. ഇനി ഇന്ന് നമ്മള് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് ഇന്ന് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒത്തിരി നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറിയിലൊക്കെ ഫുള്ള് എന്തായിരുന്നു, ലേബേഴ്സ് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഫുള്ള് മാനുവൽ ജോബ് ആയിരുന്നു. വെച്ചാൽ എല്ലാ വർക്കും ആരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ലേബേഴ്സ് ആയിരുന്നു. ഇന്ന് അങ്ങനെയാണോ? എല്ലാ വർക്കും ലേബേഴ്സ് തന്നെയാണോ ജോബ് ചെയ്യുന്നത്? അല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വർക്കും മെഷീൻസ് ആണ് ചെയ്യുന്നത്, അല്ലെ? എന്നുവെച്ചാൽ ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോ സർവീസ് ഏരിയയിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ബാങ്കിങ് ഏരിയ, അങ്ങനത്തെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ്. അവിടെയും എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? ഈ മെഷീൻസിന്റെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുടെ കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാനേജ്മെന്റ് ഹാസ് ബീൻ superintended by human resource as development of technology
has been take place and humans are replaced by machine. ഇപ്പോ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യാണ്. ഹ്യൂമൻ റിസോഴ്സ് മാറ്റിയിട്ട് അവിടെ പുതിയ ടെക്നോളജീസ് എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യാണ്. അതിന്റെ ഫലമായിട്ട് ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിപ്പോ കൂടുതലായിട്ട് മെഷീൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെന്റ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ്. എന്നുവെച്ചാല് ഹ്യൂമൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് ആണ്. ഈ കൺസേൺ വിത്ത് ഇത് എന്തൊക്കെ കാര്യങ്ങളായിട്ട് കൺസേൺ ചെയ്യുന്നുണ്ട്? അക്വിസിഷൻ. അക്വിസിഷൻ ഉദ്ദേശിക്കുന്ന ഇവിടെ എംപ്ലോയീസിനെ അക്വയർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. മെയിൻറ്റെനൻസ്, ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ മാനേജ്മെന്റ് നല്ല രീതിയിൽ നമ്മളുടെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ നല്ലൊരു എൻവയോൺമെന്റോട് കൂടി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ്, ആ ഓരോ എംപ്ലോയീസിന്റെയും വെൽഫെയറിന് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യണം. യൂട്ടിലൈസേഷൻ, അവരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള അവേഴ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ പീപ്പിൾസ് അറ്റ് വർക്ക്, നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് പീപ്പിൾസിനെ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഒത്തൊരുമയോട് കൂടി നല്ല കോർഡിനേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻ സച്ച് എ മാനർ ദാറ്റ് ദേ വിൽ ഗിവ് ദെയർ ബെസ്റ്റ് ടു ദ എന്റർപ്രൈസ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എന്റർപ്രൈസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് കാഴ്ചവെക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഫംഗ്ഷൻ ആണ്. പ്ലാനിങ്ങിലോട് കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് ഫംഗ്ഷൻ ഓഫ് പ്ലാനിങ് ഫോർ ദ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ്, സെലക്ഷൻ, ട്രെയിനിങ്, compensation and performance appraisal to meet those requirements. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണ്, അതൊക്കെ അനുസരിച്ച് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ട രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നു, നല്ല കോമ്പൻസേഷൻ കൊടുക്കുന്നു. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് ഉദ്ദേശിച്ചാൽ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ടു മീറ്റ് ദോസ് റിക്വയർമെന്റ്സ്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ നോക്കുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ HRMന്റെ ഫംഗ്ഷൻസ് നമ്മൾ 7 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത് അല്ലെ? 7 ഫംഗ്ഷൻസ് ആയിട്ടല്ലേ HRMന്റെ ഫംഗ്ഷൻസ് പറഞ്ഞത്? അതെ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. അതിന്റെ ഒരു ചാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. HRMന്റെ ഒരു ചാർട്ടാണ് ഈ കാണുന്നത്. എന്തൊക്കെയുണ്ട് 7 ഫംഗ്ഷൻസിലെ? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മാനേജിംഗ് ചേഞ്ചസ്, എൻഷ്യൂർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, ഇവാലുവേഷൻ. ഒന്നുകൂടി നോക്കി. ഓക്കെ, പ്ലാൻ ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകൾ ഇന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട സ്റ്റാഫുകൾ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. എന്തൊക്കെ ജോബാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്, അവിടെ എത്ര വർക്ക് ഫോഴ്സിന് ആവശ്യമുണ്ട്, അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൽ അത് ചെയ്യാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ എംപ്ലോയീസ് ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പുറത്തുനിന്ന് എംപ്ലോയീസിനെ അക്യൂർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ വരുന്നത്, സ്റ്റാഫിംഗിൽ വരുന്നത്. നല്ല ആപ്റ്റ് ആയിട്ടുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ്ങും എന്തും കൊടുക്കണം, ഡെവലപ്മെന്റും കൊടുക്കണം. അതാണ് മൂന്നാമത്തെ ഫംഗ്ഷനിൽ വരുന്ന ഡെവലപ്പിംഗ്. ദെൻ മാനേജിങ് ചേഞ്ചസ്. നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ, ഡേ ടു ഡേ കാര്യങ്ങൾ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുക. ചേഞ്ചസ് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എൻവയോൺമെന്റിനെ സംബന്ധിച്ച് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. എൻഷുർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും ഹെൽത്തും സേഫ്റ്റിയും അതേപോലെ ഉറപ്പുവരുത്തേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ളത്. മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്.
നമ്മൾ ഓർഗനൈസേഷന്റെ അകത്ത് നമ്മുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇവാലുവേറ്റിംഗ്, നമ്മൾ ഇനി ഓരോ എംപ്ലോയീസിനും ഓരോ വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവരെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമാർക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. ഓക്കെ, ഇനി പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തനുസരിച്ച് നമ്മൾ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ ഫങ്ഷൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റൈറ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ റൈറ്റ് ആയിട്ടുള്ള ജോബ് പൊസിഷനിലേക്ക് ഇടണം എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. സെലക്ഷൻ ആണ് ഞാൻ പറയുന്നത്. സെലക്ഷൻ എപ്പോഴും പറയുമ്പോൾ റൈറ്റ് മാൻ അറ്റ് റൈറ്റ് ജോബ്, റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ദ മോസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് വേ. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം ഒരു എങ്ങനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പറയുന്നത്. ഫങ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള സ്റ്റാഫുകളെ കേട്ടോ. ഓക്കെ, നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അവർക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു. അവരെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യും. ഇനി HRM കവർ ദ ബോർഡർ സ്പെക്ട്രം ഓഫ് ദ ആക്ടിവിറ്റി. താഴെ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും HRM എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണെന്ന് നമുക്ക് നോക്കാം. എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ, നമുക്ക് ഓർഗനൈസേഷനിലേക്ക് ആവശ്യമുള്ള വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മൾ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി എംപ്ലോയീസിന് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസ് സർവീസ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, അവരെ സെലക്ട് ചെയ്യണം. അത് ആദ്യ ഉത്തരവാദിത്തമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മൾ സ്ഥാപനത്തിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്തേണ്ടി വരും. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കുക. എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും നോളജ് ആവശ്യമുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. അവർക്ക് പ്രോപ്പർ ആയിട്ട് സാലറി ആൻഡ് വേജ് കോമ്പൻസേഷൻ കൊടുക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുറത്തായിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിക്കും കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്, നമ്മുടെ എംപ്ലോയീസ് ചെയ്യുന്ന ഓരോ വർക്കും ഇവാലുവേറ്റ് ചെയ്യണം. അതിനെ കുറിച്ചിട്ട് അസസ് ചെയ്യണം. എന്തൊക്കെ വർക്കാണ് നമ്മൾ കൊടുത്ത ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അത് പെർഫെക്റ്റ് ആയിട്ട് അത് പെർഫോം ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് HRM കവർ ചെയ്യുന്ന കുറച്ച് ബോർഡർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യം പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. പഴയ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. HRM മുമ്പ് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ബിസിനസ് ഫോളോ ചെയ്തിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്. ഇവിടെ എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, പിന്നെ ജോബ് വാല്യുവേഷൻ കാര്യങ്ങൾ നോക്കുക, എംപ്ലോയീസിന്റെ വെൽഫെയർ നോക്കുക, പിന്നെ എന്താണ് യൂട്ടിലൈസേഷൻ ചെയ്യുക, അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ കൊഴിഞ്ഞു പോക്കുകളൊന്നും ഇല്ലാതെ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു കൊഴിഞ്ഞു പോക്കും ഇല്ലാതെ നമ്മൾ അവരെ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അതേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേബർ യൂണിയൻ ഒക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ലേബർ യൂണിയൻ ഉണ്ടാവും. ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ശരിക്കും എന്താ പറയാ, നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഫോഴ്സ് ആണ് ഇത് ലേബർ യൂണിയൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പോളിസി എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അത് പറ്റില്ല, ലേബർ യൂണിയൻ അത് എതിർക്കും. നമ്മളൊരു മെഷീൻ
നമ്മുടെ കമ്പനിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ലേബർ യൂണിയൻകാർ സമ്മതിക്കില്ല. ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ബാർഗെയിനിങ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ടായിരുന്നു? പേഴ്സണൽ മാനേജ്മെന്റിന് ഉണ്ടായിരുന്നു. ആരെ പേഴ്സണൽ മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനെ കുറിച്ച് ചോദിച്ചാരായിരുന്നു? ക്ലിയർ ആയോ? നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ കൊഴിഞ്ഞു പോക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയീസ് ആയിട്ട് ലയിക്കുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതില് ഒരു ബാർഗെയിനിങ് ഒക്കെ നടത്താം എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അതായത് കളക്റ്റീവ് ബാർഗെയിനിങ്, അവരായിട്ട് ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഉള്ളൊരു ഒരു ഫംഗ്ഷനും കൂടി ആർക്കുണ്ട്? പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കി. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫങ്ഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അക്വയർ ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങൾ നോക്കുക, അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ഒബ്ജക്റ്റീവ് ആണോ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്ലാനിങ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഹ്യൂമൻ റിസോഴ്സിന്റെ നീഡ്സും ഡിമാൻഡ്സും കൺസിഡർ ചെയ്ത് അവർ പ്രോപ്പർ ആയിട്ട് സെലക്ഷനും അതേപോലെ തന്നെ ട്രെയിനിങ്ങും കോമ്പൻസേഷനും ഒക്കെ കൊടുക്കാം. അതേപോലെ എംപ്ലോയീസിന്റെ വർക്ക് നമ്മൾ എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ റിക്വയർമെന്റ്സ് അവർ മെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അവർ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ് ആണോ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, എന്ത് ഗോളാണോ നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഗോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക.
അവർ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇന്നൊരാള് അക്കൗണ്ട്സ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്, വേറൊരാൾ എന്തായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ഫ്ലോർ വർക്ക് ആയിരിക്കും, ചില ലേബർ ആയിരിക്കും. എല്ലാവരും ചെയ്യുന്ന വർക്കുകൾ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ എല്ലാ വർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം എന്നാ നമ്മുടെ ഈ എംപ്ലോയീസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ഉത്തരവാദിത്വം ആർക്കാണുള്ളത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. കാരണം നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള എംപ്ലോയീസ് ആയിട്ട് നേരിട്ട് ഒരു കോണ്ടാക്ട് ഉള്ളത് ആർക്കാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. സോ ടോപ്പ് മാനേജ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന എല്ലാ പോളിസീസും കാര്യങ്ങളെല്ലാം നമ്മുടെ ലോവർ ലെവൽ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യും, അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. എല്ലാം റീഡ് ചെയ്ത് നോക്കിയോ? ഇനി പറയുന്നത് ഫോളോയിങ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും പേഴ്സണൽ മാനേജ്മെന്റിന്റെയും മേജർ ഡിഫറൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞൊരു പഴയ കൺസെപ്റ്റ് ആയിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നതിന് മുമ്പത്തെ ഒരു പഴയ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് ജസ്റ്റ് നമ്മുടെ വർക്ക് ഫോഴ്സിനെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് വരുന്നത്. ഓക്കെ, നോക്കാം. ഡീൽസ് വിത്ത് ദ വർക്ക് ഫോഴ്സ് വിത്തിൻ ദ എന്റർപ്രൈസ്. നമ്മുടെ എന്റർപ്രൈസിന്റെ അകത്തുള്ള വർക്ക് ഫോഴ്സിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എവിടെ വരുന്ന പേഴ്സണൽ മാനേജ്മെന്റ്. അവരുടെ എംപ്ലോയീസിന്റെ സാലറി കൊടുക്കുക, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, അത്രേ ഉള്ളൂ എവിടെ പേഴ്സണൽ മാനേജ്മെന്റില്. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഫോക്കസ് ഓൺ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് എന്റർപ്രൈസ് മാൻ പവർ. നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വേയിൽ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നിവിടെ വരും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരും. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റില് നമ്മുടെ വർക്ക് ഫോഴ്സിനെ ജസ്റ്റ് ഒന്ന് ഡീൽ ചെയ്യുക, സ്ഥാപനത്തിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഡീൽ ചെയ്യുക, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ള മാൻ പവറിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്, അത് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇനി കാണുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മുമ്പും നമ്മുടെ കമ്പനീസിലെ എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്തിരുന്നു, അവരെയൊക്കെ മാനേജ് ചെയ്യാൻ പേഴ്സണൽ മാനേജർ ആയിരുന്നു, അത് പേഴ്സണൽ മാനേജ്മെന്റ് ആയിരുന്നു. ഈ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ് നമ്മൾ ഇനി കാണുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് എ ടൂൾ ഓർ മെഷീൻ. നമ്മള് പേഴ്സണൽ മാനേജ്മെന്റിന്റെ വ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കേഴ്സിനെ ഒരു എന്താ പറയാ, വർക്കേഴ്സിനെ കാണുന്നത് ഒരു ടൂൾസോ മെഷീനൊക്കെ പോലെ തന്നെ ഉള്ള ഒരു റിസോഴ്സസ് മാത്രമായിട്ടാണ് കാണുന്നത്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മുടെ വർക്കേഴ്സിനെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ടൂൾസ് അല്ലെങ്കിൽ മെഷീനൊക്കെ പോലത്തെ ഒരു റിസോഴ്സ് ആയിട്ടാണ്. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ വ്യൂ എന്താണ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും നമ്മുടെ കമ്പനീനെ സംബന്ധിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ്, അസറ്റ് ആണ്. അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വത്താണ്, നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ്. നമുക്കറിയാലോ, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ് എന്ത്, ഈ പറഞ്ഞ കമ്പനിയിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് കണ്ടിരുന്ന വെച്ചാല് നമ്മൾ ഈ വർക്കേഴ്സിന് ടൂൾസ് മെഷീൻസ് ഒക്കെ പോലത്തെ ഒരു റിസോഴ്സ് മാത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഹ്യൂമൻ റിസോഴ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ എംപ്ലോയീസിനെ കാണുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ അസറ്റ്സ് ആണ്. നമ്മൾ
ഒരു എന്താ പറയാ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിൽ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആണ്. ഓക്കെ, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് തീരുമാനം എടുക്കുന്നത് സ്ലോ ആണ്. കാരണം ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ആർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ, പേഴ്സണൽ മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ദ സെയിം ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ് ഇവിടെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ. കമ്പാരിറ്റീവ്ലി എന്താണ് ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ഇനി നമ്മളുടെ സ്ഥാപനത്തില് നമ്മളുടെ എന്താ പറയാ നമ്മുടെ സ്ഥാപനത്തിന് പീസ്ഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്, പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് അവരെ നമ്മളുടെ സംരംഭങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സൺസിന് നല്ല രീതിയിൽ ഒന്ന് പീസ്ഫുൾ ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വർക്കേഴ്സിന് അവരുടേതായ ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇത്രയും വർക്കേഴ്സ് ഇന്ന ജോബ് ചെയ്യട്ടെ, ഇനി ഇത്രയും വർക്കേഴ്സ് ഇന്ന ജോബ് ചെയ്യട്ടെ. അവിടെ അവരുടെ ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഒന്നും നോക്കുന്നില്ല. ഹവർ integrated distribution of initiatives in their human resource management. Human resource management വരുമ്പോൾ നമ്മളുടെ സംരംഭങ്ങളെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് മാക്സിമം അത് എഫക്റ്റീവ് ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. ആ ഒരു വർക്ക് ഏതൊരു വ്യക്തിനെ കൊണ്ട് എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു വ്യക്തിനെ ആയിരിക്കും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഒരു വർക്ക് അസൈൻ ചെയ്യുന്നത്. മറ്റേത് വെച്ചാൽ പേഴ്സണൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ പീസ്ഫുൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ജസ്റ്റ് ഇത്രയും വർക്കേഴ്സ് ഇന്ന ജോബ് ചെയ്യട്ടെ, ഇത്രയും വർക്കേഴ്സ് ഇന്ന ജോബ് ചെയ്യട്ടെ. അവിടെ ഓരോരുത്തരുടെയും എന്താണ് കഴിവോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ എബിലിറ്റി ഒന്നും നോക്കിയിട്ടല്ല, ജസ്റ്റ് നമ്പേഴ്സിന്റെ ബേസിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് എവിടെ, പേഴ്സണൽ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ 20 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 20 എംപ്ലോയീസിന് നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ 5 എംപ്ലോയീസിന്റെ വീതം നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാതെ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ചിലപ്പോൾ നന്നായിട്ട് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും എവിടെ പോകുന്നത്, മാർക്കറ്റിംഗിലേക്ക് പോകുന്നത്. മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കും പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഹ്യൂമൻ റിസോഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓരോ എംപ്ലോയീസിനെയും ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരെ എല്ലാവരെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആ വർക്ക് ഏത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിച്ചാൽ അത് എഫക്റ്റീവ് ആകും എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇനി in personal management, job design is primarily based on division of work. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? Fourteen principles of management. Okay, കുഴപ്പമില്ല. 14 principles of management one of the principle ആണ് in the division of work. നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതൊരാളെ ഏൽപ്പിക്കുകയാണ്, ഇന്ന ആള് ഇന്ന വർക്ക് ചെയ്യട്ടെ എന്നുള്ള ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വ്യക്തികളെയും വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ജോബ് ഡിസൈൻ ഈസ് പ്രൈമറിലി ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിന്റെ ബേസിലാണ് ഇന്ന വർക്ക് ഇന്ന വ്യക്തി ചെയ്യണം, ഇന്ന വർക്ക് ഇന്ന വ്യക്തി ചെയ്യണം എന്നുള്ളൊരു ബേസിലാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ പോകുന്നത്. ഇൻ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് ആർ ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. അവിടെ വർക്കല്ല ഡിവൈഡ് ചെയ്യുന്നത്, എംപ്ലോയീസിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ഗ്രൂപ്പിനും അവർ പെർഫോം ചെയ്യേണ്ട ടാസ്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംപ്ലോയീസ് ആർ ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ് ഓർ ടീം ഫോർ പെർഫോമിംഗ് എനി ടാസ്ക്. അവിടെ ആദ്യം പറഞ്ഞതില് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്കാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹ്യൂമൻ പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മുടെ ആ ജോബ് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുക. ആ വർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് എംപ്ലോയീസിന്. പക്ഷെ ഇവിടെ നമ്മളിവിടെ എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ ഗ്രൂപ്പിനും അവർ ചെയ്യേണ്ട ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, പെർഫോം ചെയ്യേണ്ട ടാസ്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ദ എഗ്രിമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ കളക്റ്റീവ് ബാർഗെയിനിങ് വിത്ത് യൂണിയൻ ലീഡേഴ്സ്. നമ്മള്
പേഴ്സണൽ മാനേജ്മെന്റിന്റെ കേസിൽ പറഞ്ഞു ബാർഗെയിനിങ്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ലേബർ ലീഡേഴ്സ് ആയിട്ട്, ലേബർ യൂണിയന്റെ ലീഡേഴ്സ് ആയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? എപ്പോഴും ബാർഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, വിലപേശേണ്ടതായിട്ട് വരും. എപ്പോഴും ഭയങ്കര തർക്കങ്ങളായിരിക്കും യൂണിയൻ ലീഡേഴ്സും യൂണിയനും നമ്മുടെ മാനേജ്മെന്റും തമ്മിൽ, പേഴ്സണൽ മാനേജ്മെന്റും തമ്മിൽ ഭയങ്കര തർക്കങ്ങളായിരിക്കും. കാരണം അവിടെ ലേബർ യൂണിയൻ ഉണ്ട്. ഇപ്പൊ എംപ്ലോയീസിന് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബർ യൂണിയനോട് ആദ്യം നമ്മൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്ത് ലേബർ യൂണിയന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. നമുക്കറിയാം ലേബർ യൂണിയൻ എന്ന് പറയുമ്പോൾ ലേബേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്സ് ആണ്. എന്നിരുന്നാലും അവര് നമ്മുടെ മാനേജ്മെന്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്. അപ്പോ അവരുടെ ഒരു കളക്റ്റീവ് ഭയങ്കര വിലപേശലായിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ വേണം, സാലറി കൂട്ടി കൊടുക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കുറെ ഭയങ്കര കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ്, വിലപേശലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് പേഴ്സണൽ മാനേജ്മെന്റിലെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആണെന്ന് പറഞ്ഞില്ലേ നമ്മള്. ആദ്യത്തെ ഒരു പോയിന്റിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആണ്. കാരണം ഇവിടെ നമ്മള് ലേബർ യൂണിയനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ പറയുന്നത് കൺസർവേറ്റീവ്ലി ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM-ലേക്ക് വരുമ്പോൾ there is no need for collective bargaining. ഇവിടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ എംപ്ലോയീസിനെയും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഓരോ എംപ്ലോയീസിനോടും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീലിങ്സ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ആവശ്യമില്ല. In HRM, there is no need for collective bargaining as individual contract exists with each employee. ഓരോ എംപ്ലോയീസ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമാണ് കോൺട്രാക്ട് സൈൻ ചെയ്യണം. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ റീഡ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയി കോൺട്രാക്ട് ഉണ്ട്, നമ്മൾ അത് സൈൻ ചെയ്യണമേ. അപ്പോ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അത് അനുസരിച്ചോളാം എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇൻഡിവിജ്വലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ആ സമയത്ത് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമായിരിക്കും, കൂടുതൽ സാലറിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയും ഇനി ഓർഗനൈസേഷൻ ഓക്കെ ആണെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തും. ഇനി ഓർഗനൈസേഷൻ ഓക്കെ അല്ലെങ്കിൽ അവിടെ വെച്ച് ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഡിവിജ്വലി ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ലേബർ യൂണിയൻസ് ഓരോ നമ്മുടെ എന്താ പറയുക HRM-ൽ ഇന്റർഫിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ. ഇനി PM the pay is based on job evaluation. ജോബ് ഇവാലുവേഷൻ ബേസിലാണ് ഇന്ന ആള് ഇന്ന ജോലി ചെയ്തു, അപ്പൊ ഇത്രയും എമൗണ്ട് പേ കൊടുക്കും. അങ്ങനെ നമ്മള് ബേസിക് കൊടുക്കും. ബേസിക് പേ കൊടുക്കുന്നത് എന്തിനാണ്? ജോബ് ഇവാലുവേഷൻ ബേസിലാണ്. അയാൾ എത്ര ദിവസം വർക്ക് ചെയ്തു? 25 days ആണെങ്കിൽ 25 days എന്ത് കൊടുക്കും? സാലറി കൊടുക്കാതെ. പക്ഷെ HRM-ലേക്ക് വരുമ്പോൾ ബേസിക് പേ ഈസ് പെർഫോമൻസ് ഇവാലുവേഷൻ. ഓരോ വ്യക്തിയും ചെയ്ത പെർഫോമൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക് പേ കൊടുക്കുന്നത്. ഒരു വ്യക്തി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ എക്സാമ്പിൾ പറയാണ്, ഒരു ഫാക്ടറിയുടെ അകത്ത് ഒരു വ്യക്തി 1000 യൂണിറ്റ്സ് എന്ത് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു, ഒരാൾ 750 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തോളൂ. അപ്പോ ഈ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേ ആയിരിക്കില്ല HRM-ൽ 750 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് കൊടുക്കുന്നത്. കാരണം ഡിഫറൻസ് ഉണ്ട്. കാരണം രണ്ടുപേരുടെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരാളുടെ പെർഫോമൻസ് കുറവും ഒരാളുടെ പെർഫോമൻസ് കൂടുതലുണ്ട്. സോ പെർഫോമൻസ് കൂടുതലുള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ റേറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുക്കും. പീസ് റേറ്റിൽ നമ്മൾ പൈസ കൊടുക്കും. പെർഫോമൻസ് കുറവുള്ള ആളുടെ നമ്മൾ അദ്ദേഹം എത്രയാണോ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത അതിന്റെ ബേസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി അപ്പോ ജോബിന്റെ ഇവാലുവേഷൻ, ഇന്ന ജോലി ചെയ്തു അല്ലെങ്കിൽ ഇന്ന വർക്കാണ് അദ്ദേഹം ചെയ്തെന്നുള്ള ബേസിലായിരിക്കും എന്ത് കൊടുക്കുന്നത്? പേഴ്സണൽ മാനേജ്മെന്റിൽ ബേസിക് കൊടുക്കുന്നത്. HRM-ലേക്ക് വരുമ്പോൾ ബേസിക് കൊടുക്കുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ ബേസിലാണ്. ഒന്ന് നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റിൽ പേ എങ്ങനെയാണ്? ജോബ് ഇവാലുവേഷൻ ബേസിൽ എന്ത് ജോബാണ് അദ്ദേഹം ചെയ്ത അതിന്റെ ബേസിൽ. HRM-ൽ ബേസിക് പേ എങ്ങനെയാണ്? പെർഫോമൻസ് ഇവാലുവേഷന്റെ ബേസിലാണ്. ഓക്കെ, പെർഫോമൻസ് ഇവാലുവേഷന്റെ ബേസിലാണ്. ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന ഓർഡിനറി ആക്ടിവിറ്റീസ് ആണ്. എംപ്ലോയീസിനെ ഹയർ ചെയ്യുക,
അവരെ റെമ്യൂണറേറ്റിംഗ് ട്രെയിനിങ് റെമ്യൂണറേഷൻ ആയിരിക്കും കേട്ടോ. റെമ്യൂണറേഷൻ കൊടുക്കുക, ട്രെയിനിങ്, ഹാർമണി. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഐക്യം, എംപ്ലോയീസിനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഈ ലേബർ യൂണിയനൊക്കെ ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡീലിങ്സ് ഒക്കെ നടത്തുന്നത് നല്ല ഐക്യത്തോടു കൂടി, നല്ല ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓൺ കോൺട്രറി നമ്മള് ഇതിലേക്ക് വരുമ്പോ HRMലേക്ക് വരുമ്പോ ഫോക്കസ് ഓൺ ട്രീറ്റിംഗ് ദ എംപ്ലോയീസ് ആസ് വാല്യുബിൾ അസറ്റ്. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസിനെ ഒരു വാല്യുബിൾ അസറ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യണം. വിച്ച് ആർ ടു ബി വാല്യൂഡ്, യൂസ്ഡ്, പ്രിസർവ്ഡ്. നമ്മൾ നമ്മുടെ അസറ്റ്സ് എന്താ ചെയ്യുക, നമ്മളത് വാല്യൂ ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്, അത് പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഗോൾഡ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഗോൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ചെയ്യുന്നില്ലേ, അതിലൊരു മൂല്യമുണ്ട്. എല്ലാ ദിവസവും ഡെയിലി അല്ലെങ്കിൽ എന്താ പറയാ, ഗോൾഡിന്റെ വാല്യൂ കൂടല്ലേ, അതേപോലെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ അത് സൂക്ഷിച്ചു വെക്കുന്നില്ലേ, പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ വാല്യുബിൾ അസറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അതേപോലെ അവരെ നല്ല എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, അവരെ പ്രിസർവ് ചെയ്ത് വെക്കണം. കാരണം നമ്മളുടെ ഭാഗത്തു നിന്നൊരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് പിന്നെ അവർക്ക് അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. നമ്മുടെ സ്ഥാപനത്തിലൂടെ തന്നെ അവർക്ക് ദേഷ്യമൊക്കെ വരാനുള്ള ചാൻസസോ നമ്മൾ അവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എംപ്ലോയിനെ ഹയർ ചെയ്യുക, റിമ്യൂണറേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, നല്ല രീതിയിൽ ഓർഗനൈസേഷൻ കൊണ്ടുപോകുക. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ എംപ്ലോയീസിനെ സ്ഥാപനത്തിന്റെ വാല്യുബിൾ അസറ്റ് പോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്. ഓക്കെ, അതിന് നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക. ഇതെല്ലാം മാറുന്ന ഉത്തരവാദിത്തമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് പേഴ്സണൽ മാനേജ്മെന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും ഡിഫറൻസ് ആണ്. നമ്മൾ 9 ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം പറഞ്ഞു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫോഴ്സ്, നമ്മുടെ ഓർഗനൈസേഷനിലെ എന്റർപ്രൈസിന്റെ വർക്ക് ഫോഴ്സ് ഡീൽ ചെയ്യുക എന്ന് മാത്രമേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഫോക്കസ് ഓൺ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് എന്റർപ്രൈസ് മാൻ പവർ. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ നല്ല രീതിയിൽ പോസിബിൾ ആയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, പേഴ്സണൽ മാനേജ്മെന്റിനാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഴയൊരു വേർഷൻ ആണ് ഏത് പേഴ്സണൽ മാനേജ്മെന്റ്, അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഏത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് വർക്കേഴ്സിനെ കാണുന്നത് റിസോഴ്സ് ആയിട്ടാണ്. ടൂൾസ്, മെഷീൻ ഒക്കെ പോലത്തെ ഒരു റിസോഴ്സ് ആയിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ കാണുന്നത്. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കാണുന്നത് നമ്മളുടെ എംപ്ലോയീസിനെ വാല്യുബിൾ അസറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആണ്. കാരണം ഇവിടെ ഒരു എംപ്ലോയി ആയിട്ട് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ലേബർ യൂണിയൻ ആയിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര സ്ലോ ആണ്. നമ്മൾ HRMലേക്ക് വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഡീലിംഗ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്താ പറയാ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അങ്ങനെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മള് പേഴ്സണൽ മാനേജ്മെന്റ് പീസ്മിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനിഷ്യേറ്റീവ്സ് ആണ്. നമ്മുടെ എന്താ പറയാ എംപ്ലോയീസിന് പീസ്മിൽ ആയിട്ട് വർക്കേഴ്സിന് ഇന്ന ജോബിലേക്ക് പീസ്മിൽ ആയിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. HRMലേക്ക് വരുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. നമ്മളെല്ലാ തരങ്ങളും വിലയിരുത്തിയിട്ട് ഏത് എംപ്ലോയി ഏത് ജോബിലേക്ക് പോസ്റ്റ് ചെയ്താൽ അത് എഫക്റ്റീവ് ആയിരിക്കും എന്ന് കണ്ടെത്തിയിട്ടാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റില് ജോബ് ഡിസൈൻ ചെയ്യുന്നത് ഡിവിഷൻ ഓഫ് വർക്കിന്റെ ബേസിലാണ്. നമ്മുടെ ജോബിനെ മൊത്തം വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിനെ അത് അസൈൻ ചെയ്യാം. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ എംപ്ലോയീസിനെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ ടീമിനും ടാസ്കുകൾ അവർ പെർഫോം ചെയ്യുന്ന ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി പേഴ്സണൽ മാനേജ്മെന്റിന് എപ്പോഴും എഗ്രിമെന്റ്സ് ഭയങ്കര കളക്റ്റീവ് ബാർഗെയിനിങ് ആയിരിക്കും. എപ്പോഴും യൂണിയൻ ലീഡേഴ്സ് ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും എഗ്രിമെന്റ് നടപ്പിലാക്കുന്നതൊക്കെ. പക്ഷെ HRMലേക്ക് വരുമ്പോൾ ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മുടെ സ്ഥാപനത്തിലുള്ള ഓരോ എംപ്ലോയീസിനെയും നമ്മൾ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് അവിടെ എക്സിസ്റ്റ് ആണ്.
ഓരോ വ്യക്തികളായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവും. നമ്മൾ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഡിവിജ്വലി നമ്മൾ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഇനി പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ് ബേസിക് കൊടുക്കുന്നത് അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് സാലറി കൊടുക്കുന്നത്. ജോബ് ഇവാലുവേഷൻ ആണ്. ഇപ്പൊ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലി ചെയ്താൽ അത് ബേസ്ഡ്. ജോബ് എന്താണ് ചെയ്താൽ അതിനനുസരിച്ച് സാലറി കൊടുക്കും. HRമിലേക്ക് വരുമ്പോൾ പെർഫോമൻസ്, ഓരോ വ്യക്തിയും എന്ത് ജോലിയാണ് പെർഫോം ചെയ്തത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിൽ ഒരു ഓർഡിനറി ആക്ടിവിറ്റി ആണ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, റെമ്യൂണറേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അത് ഒത്തൊരുമയോട് ഹാർമണി ആയിട്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്ഥാപനത്തിലുള്ള ഓരോ എംപ്ലോയീസിനെയും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട്. അത്ര വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവർ ട്രീറ്റ് ചെയ്യാനായിട്ട്. അവർ നല്ല രീതിയിൽ വാല്യൂ ചെയ്യണം, അവർ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, പ്രിസർവ് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിഫറൻസിൽ പറയുന്നത്. അപ്പോ ഞാൻ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാല് ചെറുതായിട്ടൊരു എന്താ പറയാ, ഈ കിടക്കുന്ന സിലബസ് അനുസരിച്ച് നമ്മുടെ കിടക്കുന്ന പേജ് അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഞാൻ പേഴ്സണൽ മാനേജ്മെന്റ് ഡെഫിനിഷനും പേഴ്സണൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസും പറഞ്ഞു. ദെൻ വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ആ ചാർട്ടിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. മാം മാം ഒന്നും കൂടി പറഞ്ഞുതരൂ. ഏതാണ്? HRMന്റെ ഫങ്ഷൻസും അതിന്റെ പോളിസീസും. HRMന്റെ ഫങ്ഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, അത് സാമ്പിളായിട്ട് പറഞ്ഞുള്ളവര്. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, മിഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതാണ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള വീക്ക്നെസ്സുകൾ, അതേപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ എന്തൊക്കെയാണ്, ഇന്റേണൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, സ്റ്റാഫിങ്. ദെൻ അവർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നത്. മാനേജിങ് ചേഞ്ചസ് നമുക്കറിയാം, ഡേ ടു ഡേ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് വേൾഡിൽ ഡേ ടു ഡേ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം HRM ഫങ്ഷൻസിൽ. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, നമ്മുടെ എംപ്ലോയീസിന്റെ, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിയും നമ്മളാണ് എൻഷുർ ചെയ്യുന്നത്. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. നല്ലൊരു ഗുഡ് എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇവാലുവേറ്റിംഗ് ആണ്. ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്ന ജോബുകൾ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ മെഷർ ചെയ്യുക. അവർ നമ്മൾ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള ജോബൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗിൽ വരുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ അക്ഷയ? ഇല്ല മാം, ക്ലിയർ ആയി. എന്നുവെച്ചാല് ഈ ഫംഗ്ഷന്റെ ചാർട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു ഓർഡർ അങ്ങോട്ട് തെറ്റിക്കിടക്കാണ്ട്, അതുകൊണ്ടുള്ള പ്രശ്നം ക്ലിയർ ആവാത്ത കേട്ടോ. ആ ഒരു ഓർഡറിന്റെ പ്രശ്നമാണ് കേട്ടോ. സിമ്പിളാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞത്. മോണിറ്ററിങ്, എവിടെയാണ് മോണിറ്ററിങ്? മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെ മോണിറ്റർ ചെയ്യുക. അവർ ചെയ്യുന്ന വർക്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ,
നമ്മൾ അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് ഒക്കെ അവരെ പെർഫെക്റ്റ് കറക്റ്റ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. നമ്മൾ സൂപ്പർവൈസ് ചെയ്യില്ലേ, സൂപ്പർവൈഷൻ ആൻഡ് മോണിറ്ററിങ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മോണിറ്റർ ചെയ്യുകയാണ് അവർ നമ്മൾ കൊടുത്ത ടാസ്ക് അവര് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു, ഒബ്സർവ് ചെയ്യുന്നു. പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ഇന്നത്തെ നമ്മൾ ഈ കാണുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പഴയ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, പേഴ്സണൽ മാനേജ്മെന്റ്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ വർക്ക് ഫോഴ്സിനെ, എന്റർപ്രൈസിലുള്ള വർക്ക് ഫോഴ്സിനെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഡീൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ എംപ്ലോയീസിനെ കണ്ടിരുന്നത് നമ്മളുടെ എന്താ പറയാ റിസോഴ്സ് പോലെയാണ്. നമ്മളുടെ സ്ഥാപനത്തിലുള്ള ടൂൾസ് അതേപോലെ മെഷീനൊക്കെ പോലെ ഒരു റിസോഴ്സ് ആയിട്ടായിരുന്നു എന്തിനെ കണ്ടിരുന്നത്, എംപ്ലോയീസിനെ കണ്ടിരുന്നത്. പിന്നെ പേഴ്സണൽ മാനേജ്മെന്റിലാണെങ്കിൽ എപ്പോഴും നമ്മളുടെ ലേബർ യൂണിയനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, സാലറി ഒക്കെ കൊടുക്കുന്നത് ജോബ് ഇവാലുവേഷന്റെ ബേസിലായിരുന്നു. ഇന്നാള് ഇന്ന ജോബ് ചെയ്തു, അപ്പൊ ഇന്നാൾക്ക് ഇത്രയും സാലറി, അല്ലാതെ ഓരോ വ്യക്തിയുടെ പെർഫോമൻസ് നോക്കിയിട്ടായിരുന്നില്ല സാലറി കൊടുത്തിരുന്നത്. അതേപോലെ പേഴ്സണൽ മാനേജ്മെന്റിന് ഓർഡിനറി ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തെല്ലാമാണ്, ഓപ്പറേറ്റീവ് ഫംഗ്ഷനും മാനേജീരിയൽ ഫംഗ്ഷനും. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയീസിനെ പ്രൊക്യൂർ ചെയ്യുക, സെലക്ട് ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റ്, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, ജോബ് ഇവാലുവേഷൻ നടത്തുക. പിന്നെ എംപ്ലോയീസിന്റെ വെൽഫെയറും അതേപോലെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവർ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി അതിനെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, കളക്റ്റീവായിട്ട് ബാർഗെയിനിങ്ങിലൂടെ സമ്മതിപ്പിക്കുക, അതായത് ബാർഗെയിൻ ചെയ്യുക. നമ്മള് ലേബർ യൂണിയനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബാർഗെയിനിങ് ആയിരിക്കും ഏതിൽ വരുന്നു, പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നു. മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേഷൻ ഫംഗ്ഷൻസ് എല്ലാം ആര് പെർഫോം ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്, പേഴ്സണൽ മാനേജ്മെന്റും പെർഫോം ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, മാനേജിംഗ് റിലേഷൻഷിപ്പ് അതെവിടെയാണ്? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് അല്ലെ, ലാസ്റ്റ് ക്ലാസ്സിലത്തെ അല്ലെ. നോക്കി, നമ്മള് എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റും പാർട്ടിസിപ്പേഷനും നമ്മൾ എന്ത് ചെയ്യുന്നതായിട്ട് സ്ക്രീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് യൂണിയൻസ് ഉണ്ടാവും. യൂണിയൻ വർക്ക് പ്ലേസ് ആയിരിക്കും, ചിലപ്പോൾ നോൺ യൂണിയൻ വർക്ക് പ്ലേസ് ആയിരിക്കും. യൂണിയൻ വർക്ക് പ്ലേസ് ആണെങ്കിൽ നമ്മൾ കോൺട്രാക്ട് ഒക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് ലേക്ക് ചെയ്യുന്ന എന്തെങ്കിലും കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂണിയനെയും കൂടി കൂടുതൽ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അവരുടെയും കൂടി കളക്റ്റീവ് ആയിട്ടുള്ള എഗ്രിമെന്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യം എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്ത് നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസ് അവരുടെ ഒരു കൂട്ടായ്മയാണല്ലോ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിണക്കാനായിട്ട് പറ്റില്ല. അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് മോശം അവർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ അവരുടെയും കൂടി അഭിപ്രായങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് കാര്യങ്ങൾ തീരുമാനിക്കാൻ. കോൺട്രാക്ട് ആവട്ടെ, ഒരു എഗ്രിമെന്റ് ആവട്ടെ, എന്തോ ആവട്ടെ, യൂണിയന്റെ തീരുമാനങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. നോൺ യൂണിയൻ ആയിട്ടുള്ളതാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. യൂണിയൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ യൂണിയൻ ലീഡേഴ്സിനോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അപ്പോ യൂണിയൻ സമരമാണ്, യൂണിയൻ എംപ്ലോയീസ് ആരും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല, യൂണിയനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? എംപ്ലോയീസ്ക്ക് എതിരെ എന്തെങ്കിലും തീരുമാനങ്ങൾ മാനേജ്മെന്റ് എടുക്കുമ്പോൾ അവിടെ ആദ്യം സ്റ്റെപ്പ് എടുക്കുന്ന ആരായിരിക്കും? യൂണിയൻ ആയിരിക്കും. സോ നമ്മൾ യൂണിയനെ പിണക്കാനായിട്ട് പാടില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂണിയനായിട്ട് നല്ല രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോകണം. ഇല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ ഒക്കെ അവർ കൊണ്ടുവരും. ലോക്ക്ഡൌൺ എന്ന് വെച്ചാല് അടച്ചു പൂട്ടും, അല്ലെങ്കിൽ അവർ സമരം ചെയ്യും, സ്ട്രൈക്ക് ഒക്കെ ചെയ്യും. അത് ശരിക്കും നമ്മുടെ കമ്പനിയുടെ വർക്കിനെ അത് അഫക്ട് ചെയ്യും. സോ മാക്സിമം അവരെ പിണക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ വർക്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ, അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പറഞ്ഞു. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, പേഴ്സണൽ മാനേജ്മെന്റിന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെയും എന്താണ് ഫങ്ഷൻസ് ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് ഇന്ന് നോക്കിയത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ വായിച്ചിട്ട് വരാം. ഓക്കെ, വിലപേശുക എന്നാണ് കേട്ടോ. വിലപേശുക എന്നാണ് അശ്വിനി അതിന് മീനിങ് വരുന്നത്. ബാർഗൈനിങ് തന്നെ പോലെ തന്നെ വിലപേശുക എന്ന് തന്നെയാണ് അതിന് വരുന്നത് കേട്ടോ. അവരായിട്ട് തീരുമാനങ്ങളെല്ലാം വിലപേശുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരുന്നു, ആ ഒരു മീനിങ് ആണ് വരുന്നത്. സോ വേറെ ആർക്കും ഡൗട്ട് ഒന്നുമില്ല? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ആണ്. അപ്പൊ നല്ല രീതിയിൽ ഡിഫറൻസ് റീഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഓൾ.